ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തേന്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞാൻ ഈ പാസ്തേനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോവാതെ ഞാൻ ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ വെളുത്തുള്ളി ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അടുത്തതായിട്ട് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ മൈദപ്പൊടിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. അതിനുശേഷം ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് 2 സ്ലൈസ് ചീസാണ്. ഇതെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒറിഗാനോ ആണ്. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കേണ്ട സമയമാണ്. പാസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് അടച്ചു വെക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.